വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു വിൻറ്റേജ് ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്യണം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതുപോലത്തെ ഒരു വിൻറ്റേജ് ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വിൻറ്റേജ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രിസെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് ജസ്റ്റ് നമ്മൾ ലൈറ്റ്റൂമിൽ യൂസ് ചെയ്തിട്ടല്ല ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ VSCO എന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ VSCO എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം VSCO സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതെല്ലാം നിങ്ങളെ മൊബൈലിലേക്ക് മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനും കുറച്ചും കൂടി ബെറ്റർ. കാരണം ആ ഒരു ആപ്പ് യൂസ് ചെയ്താൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. അതിന് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം VSCO എന്നതിലെ മോഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളെ Gmail അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു ഫോട്ടോ ആ ഒരു ആപ്പിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തെ ആ ഒരു ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫിൽറ്റർ ആഡ് ചെയ്യണം. ആ ഒരു ഫിൽറ്ററിൻ്റെ പേര് നിങ്ങൾ മേലെ കാണാൻ പോപ്പുലർ ഫേവറേറ്റ് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് പോവാം. അവിടെ അർബൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അർബൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴത്തെ ആ ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ ജസ്റ്റ് ഫുള്ള് സ്ക്രോൾ ചെയ്യുക വലത്തോട്ടേക്ക്. അതിനുശേഷം V1 എന്നൊരു ഫിൽറ്റർ കാണാൻ കഴിയും. ആ V1 എന്ന ഫിൽറ്റർ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടൂൾസ് എന്നൊരു ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ. ജസ്റ്റ് ആ ടൂൾസ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കോൺട്രാസ്റ്റ് ഉണ്ട്. കോൺട്രാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു -1.5 ആക്കി കൊടുക്കുക. അതിനുശേഷം സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷൻ 0.1 ആയി കൊടുക്കുക, +0.1 ആയി കൊടുക്കുക. അതിനുശേഷം ടോണിൽ പോവുക. അതിനകത്തേക്ക് ഹൈലൈറ്റ് +4.2 വെച്ച് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് ബാലൻസിലേക്ക് പോവുക. വൈറ്റ് ബാലൻസിൽ നമുക്ക് ടെമ്പറേച്ചർ വന്നിട്ട് +0.2 കൊടുക്കുക. ടിൻറ്റ് +3.9 കൊടുക്കുക. അതിനുശേഷം ഷാർപ്പന് +0.9 കൊടുക്കുക. സ്കിൻ ടോണ് +3.2 കൊടുക്കുക. അതിനുശേഷം ഗ്രെയിൻ ആഡ് ചെയ്യാനുള്ള ഗ്രെയിന് നമുക്ക് ജസ്റ്റ് ചെറിയൊരു രീതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ +0.7 കൊടുക്കുക. അതിനുശേഷം ക്ലാരിറ്റിൻ്റെ ഓപ്ഷനിൽ പോയതിനു ശേഷം +2.3 കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഗ്രേഡിങ് ചെയ്യണം. അപ്പോൾ HS എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യെല്ലോ ടോള് ക്ലിക്ക് ചെയ്യുക. അത് മൂന്നാമത്തെ യെല്ലോ ടോള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം H വന്നിട്ട് നമുക്ക് +60 ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. അതിനുശേഷം S സാച്ചുറേഷൻ ആണ്, അപ്പോൾ +2.1 കൊടുക്കുക. അത് ലൂമിനസ് +2.1 കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഗ്രീനിൻ്റെ ഓപ്ഷനാണ്. ഗ്രീനും ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. അതിനുശേഷം സാച്ചുറേഷനും കൂട്ടി കൊടുക്കുക. അതിനുശേഷം ലൂമിനൻസ് ജസ്റ്റ് ഒരു പൊടിക്ക് 3.8 ആയി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫെയ്ഡ് ആഡ് ചെയ്യണം. ഫെയ്ഡ് നമുക്ക് വന്നിട്ട് ജസ്റ്റ് +3.6 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്പ്ലിറ്റ് ടോൺ എന്നൊരു ടോൺ ഉണ്ട്. ജസ്റ്റ് ആ സ്പ്ലിറ്റ് ടോൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹൈലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഹൈലൈറ്റ് ടിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു കളർ എടുത്തതിന് ശേഷം +1.7 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് ഈ ഒരു ഫോട്ടോൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സേവ് ആക്കലാണ്. സേവ് ആക്കാൻ നിങ്ങൾ ഏറ്റവും ടോപ്പിലെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തെ സേവ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടോൺ നിങ്ങൾക്ക് നിങ്ങൾ വേറെ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ഡോട്ട് കാണാൻ കഴിയും, അത് ഏറ്റവും അടിയിൽ. അപ്പോൾ അതിനുശേഷം കോപ്പി എഡിറ്റ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് കോപ്പി എഡിറ്റ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലേക്കാണ് ഈ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് 1, 2, 3 എത്ര വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം മറ്റേ അടിയിൽ ട്രിപ്പിലോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഡിറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ നമുക്ക് വേറൊരു ഫോട്ടോനും ഈ ഒരു ടോൺ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിത് പ്രിസെറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ആ ഒരു അതേ വാല്യൂ, അതായത് ഓരോ ടൂളിനും അതേ വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടോണ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ ഗൈസ്, താങ്ക് യു.